എനിക്ക് ഒത്തിരി വേദന ഉണ്ടാക്കിയൊരു സംഗതിയാണ് അത്. ടൈമിങ് UN അവാർഡ് വാങ്ങിച്ച് ബഹറിൽ നിൽക്കുമ്പോൾ തിരിച്ച് ഉമ്മൻചാണ്ടി ഒരു കുറ്റവാളിയെപ്പോലെ ഇവിടെ വന്ന് ഇറങ്ങുന്നു. ഞാനും കുടുംബം ഞങ്ങൾ രഹസ്യമായിട്ട് പോലീസുകാരെ ഇവിടെ നോക്കുക. എനിക്കത് വല്ലാത്ത വേദനത. ഒരു ക്ലൈമാക്സിന് ഒരു ആൻറ്റി ക്ലൈമാക്സും അല്ലാത്ത ഒരു കുറ്റം ചെയ്യാതെ എനിക്ക് അതിവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് ഇപ്പുറമായാലും അതിന് ആ വേദനയ്ക്ക് ഞാൻ അത് സ്വയം ദൈവികമാണ്, അത് നമ്മൾ പ്യൂരിഫൈ ചെയ്യാനാണെന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് വെച്ച് അതിനെ ഓർക്കും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു മുള്ളുപോലെ ഇടയ്ക്കിടയ്ക്ക് വേദനിക്കും. ഈ ഒരു സംഭവം വല്ലാതെ വേദനിക്കും. സരിതാ കേസ് അത്ര വേദനിപ്പിക്കുന്നില്ല, ഇതെനിക്ക് വല്ലാതെ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അവാർഡ് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ ചരിത്രം എടുത്തു. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് കണ്ട് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? രാഷ്ട്രീയക്കാരും രാജ്യം പണിതവരും സ്വാതന്ത്ര്യം ലഭിച്ചു കിട്ടി തന്നവരൊക്കെ കാണും. പക്ഷെ ഇങ്ങനൊരു വ്യക്തിയുണ്ടോ? ലക്ഷക്കണക്കിന് ആൾക്കാർ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, അവിടെ എല്ലാ വീട്ടിലെ മരണത്തിനാണേലും വിവാഹത്തിനാണേലും മാമോദിസയ്ക്കാണേലും കയറിപ്പാർക്കിലാണേലും റിട്ടയർമെൻ്റ് ആണെങ്കിലുമൊക്കെ പോകുന്ന ആ ഒരു വ്യക്തി എങ്ങനെ സാധിച്ചു ഇത്? അങ്ങനൊരു വ്യക്തി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൊച്ചറിവിലില്ല. അതുകൊണ്ടാണ് സാറ് മരിച്ച സമയത്ത് കേരളം ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം മാത്രമായിരുന്നില്ല കരഞ്ഞത്. വഴിയരികുന്ന ഓരോ മനുഷ്യനും കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനെ യാത്രയാക്കിയത്. ആ 3 വർഷം കഴിയുമ്പോഴും ആളുകൾ ഇപ്പോഴും ആ കല്ലറയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അവിടെ ആളുകൾ അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അവിടെ വരുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ ചെയ്ത നന്മയുടെ പ്രതിഫലമായിട്ട് ദൈവം കൊടുക്കുന്നതായിരിക്കാം എന്നുള്ളതാണ്. അവിടെ കൊണ്ട് ഒരു കത്ത് വെച്ചിട്ട് മനുഷ്യൻ പോകുമ്പോൾ അവനൊരു പ്രതീക്ഷയാണ്, അവൻ്റെ അത്രയും നാളും അവനെ സംരക്ഷിച്ച മനുഷ്യർക്ക് ഒരു ആശ്വാസമാകും എന്നുള്ളത്. ആ സമയത്ത് സാറ് എപ്പോഴെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാറ് തകർന്ന് ഇരിക്കുന്ന മറിയാമ്മാൻറ്റി കണ്ടിട്ടുണ്ടോ? ഈ ദുരന്തങ്ങളൊക്കെ വരുമ്പം തകർന്ന കൊണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. അങ്ങനെ മനുഷ്യരെ കണ്ണീരൊക്കെ കാണുമ്പോൾ സാറ് സാധാരണക്കാരൻ്റെ മറ്റു മനുഷ്യരുടെ കണ്ണീര് കാണുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര മനപ്രയാസം. അത് അവരോടൊപ്പം എമ്പതി ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സുനാമി ഞങ്ങൾ ഒരു എറണാകുളത്ത് ഞങ്ങൾ യാത്രയായിരിക്കുമ്പോൾ എറണാകുളത്ത് അറിയുന്നത് സുനാമി. അപ്പോൾ ഉമ്മൻചാണ്ടി കൂട്ടത്തിലിറങ്ങിയത് ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നു. രാവിലെ പോയിട്ടും ക്യാബിറ്റ് കൂടുമെന്തോ എല്ലാ പ്രശ്നങ്ങളെല്ലാം ഒരു മനുഷ്യൻ കൂടി ചെയ്യാവുന്നല്ല, എല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. മറ്റുള്ള മനുഷ്യൻ്റെ കണ്ണീര് കാണുമ്പം കണ്ണ് നിറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടി സാറിന് ഇത്രയേറെ നന്മകൾ ചെയ്തിട്ട് പ്രയാസങ്ങൾ വന്ന സമയത്ത് എപ്പോഴെങ്കിലും സാറിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് അതില്ല.